അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. ഇൻഷാ അല്ലാഹ് പ്രിയരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന ഒരു മഹത്വത്തെക്കുറിച്ചാണ്. ഒരുപാട് മഹത്വങ്ങളുണ്ട്. ആ മഹത്വങ്ങളെക്കുറിച്ച് ഏകദേശം 10-11 വരുന്ന മഹത്വങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവർ നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ട്, നിങ്ങളത് പോയി കാണുക. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ പ്രത്യേകമായി പറയാൻ പോകുന്നത് ഒരു മഹത്വത്തെക്കുറിച്ചാണ്. ആ മഹത്വം വളരെ അത്ഭുതകരമാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ ഒരു സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മഹത്വമാണ്. എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക, നന്മയെ മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. പ്രിയരെ, സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഒരുപാട് മഹിമയുണ്ട്, ഒരുപാട് പോരിശയുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിങ്കിൽ നിന്ന് എണ്ണമറ്റ പ്രതിഫലവുമുണ്ട്. അതിൽപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു വ്യക്തി സ്വലാത്ത് ചൊല്ലിയാൽ അന്നഹ സബബുൽ മഹബ്ബത്തിൽ മലായികത്തി വ ഇആനതിഹിം വ തർഹീബിഹിം, അവൻ സ്വലാത്ത് ചൊല്ലിയാൽ അത് അവനിക്ക് മലായിക്കത്തുകളുടെ ഹുബ്ബ് കരഗതമാക്കാനും അവരുടെ സ്നേഹം പിടിച്ചു പറ്റാനും അതുപോലെ തന്നെ അവരുടെ സഹായത്തിനും അവർ നമ്മെ വാരി പുണർന്ന് നമ്മളെ സ്വാഗതം ചെയ്യാനും ഒക്കെ ഒരു കാരണമാകും എന്നതാണ് സ്വലാത്ത് ചൊല്ലുന്നവർക്കുള്ള മറ്റൊരു പ്രധാനമായ പ്രത്യേകത. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ കിതാബുകളിൽ നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മലായിക്കത്തുകൾ നമ്മൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തും പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന ഓരോ സ്വലാത്തും അവർ എഴുതി വെക്കുന്നത് പോലും വളരെ ഭവ്യതയോടുകൂടിയും വളരെ മഹിമയോടുകൂടിയും വളരെ ആദരവോടുകൂടിയുമാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ കിതാബുകളിൽ, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വഅന്നഹും യക്തുബൂനഹ ബിഅഖ്ലാമി الذهب في قراطيس الفضة ويقولون للمصلين زيدوا زادكم الله. എന്താണ് പറയുന്നത്? മലായിക്കത്തുകൾ നമ്മൾ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന ഓരോ സ്വലാത്തും അവർ എഴുതി വെക്കുന്നത് സ്വർണ്ണത്താലുള്ള പേന കൊണ്ട് വെള്ളിയാലുള്ള പേപ്പറുകളിലാണെന്ന് നമ്മുടെ ഈ ഒരു ഗ്രന്ഥങ്ങളിൽ പറയുന്നു. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഒരുപാട് മഹിമകൾ സ്വലാത്ത് ചൊല്ലുന്നവർക്കുണ്ട്. സ്വലാത്ത് ചൊല്ലുന്നവർക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മഹിമയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അഥവാ അന്നഹ സബബുൻ ലി മഹബ്ബത്തിൽ മലായികത്തി വ ഇആനതിഹിം വ തർഹീബിഹിം, അവർ നമുക്ക് അവരുടെ സഹായമുണ്ടാകും, അതുപോലെ അവരുടെ സ്നേഹമുണ്ടാകും. നമ്മൾ എന്തെങ്കിലും ആവശ്യം ചോദിച്ചാൽ അവർക്ക് നമ്മൾ ആ ആവശ്യം അവർ നിറവേറ്റി തരും. അങ്ങനെ ഒരുപാട് നന്മകൾ നമ്മുടെ സ്വലാത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നന്മ തോന്നുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ഒരുപാട് ചൊല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മനസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിയ്യത്തിലായി കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല അടിപൊളി ഇസ്ലാമിക വീഡിയോസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഊസീകും ബിദ്ദുആ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.